കിച്ചുവിന് ആദ്യമായിട്ടൊരു കിട്ടിയൊരു ഇനോഗ്രേഷന് പോകുന്ന സമയത്ത് ഒരു മീഡിയക്കാരൻ കിച്ചുവിനോട് ചോദിക്കുന്നുണ്ട്, രേണു ചേച്ചിയുടെ കാര്യം ചോദിക്കുന്നുണ്ട്. നല്ല സൂപ്പർ ചോദിക്കരുത്, എനിക്ക് താല്പര്യമില്ല സംസാരിക്കാൻ. എന്നോട് ചെയ്താണ് ഞാനും ചെയ്തത്. എനിക്ക് മാത്രം ചെയ്യാൻ പറ്റത്തില്ല. സൂപ്പറാണെന്നല്ലേ പറഞ്ഞു, നന്നായി വരട്ടെ, സൂപ്പർ. എന്നെ ചോദിക്കരുത്. അവൻ അഴുക്കാന്ന് പറഞ്ഞില്ല, അവൻ ചെയ്യുന്ന മോശമാണെന്ന് ഒന്നും ഞാൻ പറഞ്ഞില്ല. നല്ലത് വരട്ടെ, സൂപ്പർ. എന്നെ ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് രേണുസുതിയാണ്. രേണുസുതിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ ചെയ്യുന്നതൊന്നും കുറച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് കിട്ടിയിട്ടുണ്ട്. അത് രേണുസുതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അതിനിടയ്ക്കാണ് ഈ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് മെയിൻ സ്ട്രീം 1 എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ചാനലിന് ഇവർ ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഇൻ്റർവ്യൂവിൻ്റെ ഒരു കട്ടിംഗ് ആണ്. ഈ ഒരു കട്ടിങ്ങിനകത്ത് പ്രധാനമായിട്ട് ഇവരോട് ചോദിക്കുന്നത് കിച്ചുവും ഇവരും തമ്മിലുള്ള ഒരു ഇഷ്യൂ, അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ആ ഒരു ഇഷ്യൂവിന് കാരണമായിട്ടുള്ളത് കിച്ചുവിന് ഈ അടുത്തൊരു ഇനോഗ്രേഷൻ ലഭിക്കുകയും ആ ഇനോഗ്രേഷന് കിച്ചു അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു മാധ്യമപ്രവർത്തകൻ രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷൻ ലൈവ് ലീക്കായതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അന്നേരം അതിന് മറുപടിയായിട്ട് കിച്ചു ഇങ്ങനെ കൈ തൊഴുതുകൊണ്ട് സൂപ്പർ നന്നായി വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമൻറ്റ് പാസ്സാക്കിയിട്ട് പോകുന്നത് നമുക്ക് കാണാം. അതിനുശേഷം രേണുസുതിയോട് വന്ന് ഓൺലൈൻ മീഡിയസ് ചോദിക്കുന്നുണ്ട്, കിച്ചുവിന് ഇനോഗ്രേഷൻ കിട്ടിയതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ രേണുവും അതേ കണക്ക് തന്നെ കൈ കൂപ്പിക്കൊണ്ട് സൂപ്പർ നന്നായി വരട്ടെ എന്ന് പറയുന്നതും നമ്മളെല്ലാവരും കണ്ടതാണ്. ഇതിനെല്ലാം ഉള്ള ഒരു മറുപടിയായിട്ടാണ് രേണു ഈ ഒരു ഇൻ്റർവ്യൂവിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അതായത് തന്നോട് എങ്ങനെയാണോ കിച്ചു പെരുമാറിയത് അതേ രീതിക്ക് തന്നെയാണ് താൻ പെരുമാറുന്നതെന്നാണ് ഇവർ പറയുന്നത്. അതേപോലെ തന്നെ കിച്ചു എന്ന് പറയുന്ന കുട്ടീനെ തൻ്റെ കൈവശം കിട്ടുന്നത് കിച്ചുവിന് 11 വയസ്സുള്ളപ്പോഴാണ്. അത് തൊട്ട് 18 വയസ്സ് വരെ കിച്ചുവിനെ നോക്കിയത് താനാണ്. തനിക്ക് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് കിച്ചുവിനെ നോക്കുന്നതിനകത്തുണ്ടായിരുന്നുവെങ്കിൽ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയോട് താൻ പറയുമായിരുന്നു, കുട്ടീനെ ഒന്നെങ്കിൽ ബോർഡിങ്ങിനാക്കാനോ അല്ലെങ്കിൽ കൊല്ലത്ത് കൊണ്ടുപോയി ആക്കാനോ പറയുമായിരുന്നു എന്നായിരുന്നു രേണുസുധി പറഞ്ഞു വെക്കുന്നത്. അതായത് തനിക്ക് കിച്ചുവിനെ നോക്കുന്നതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു എന്ന് ഇവർ പറയുന്നു. അത് ഓക്കെ. എനിക്ക് രേണുവിനോട് പറയാനുള്ളത്, ഈ മുറിവിനകത്തോട്ട് കമ്പിട്ട് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മുറിവ് ഉണങ്ങില്ല, അതിന് പകരം ആ വ്രണം വലുതാവുകയുള്ളൂ. ഇത് പറയാൻ കാരണം നിങ്ങളുടെ ഫാമിലി മാറ്റർ നിങ്ങളുടെ വീടിനുള്ളിൽ പറഞ്ഞ് തീർക്കാൻ നോക്കുക. കിച്ചുവിനെ നേരിട്ട് കണ്ടോ അല്ലെങ്കിൽ ഫോൺ വിളിച്ചോ ഈ ഒരു വിഷയം സംസാരിച്ച് തീർക്കാനുള്ള പരിശ്രമം നോക്കുക. അല്ലാതെ ഇത് നിങ്ങളിങ്ങനെ ഓൺലൈൻ മീഡിയയുടെ മുന്നിൽ ഇങ്ങനെ തുറന്നു പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ തമ്മിലുള്ള അകലം വർദ്ധിക്കും. കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയെ മരിച്ചു പോയിട്ടുള്ളൂ, പക്ഷേ ഇപ്പോഴും നിങ്ങളെ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്ന ഒരു കണ്ണി ഉണ്ട്, ഋതപ്പൻ. ആ കുട്ടിക്ക് നിങ്ങളെ രണ്ടുപേരെ ആവശ്യമാണ്. സഹോദരനെ ആവശ്യമാണ്, മാതാവിനെ ആവശ്യമാണ്. അത് നിങ്ങളൊന്ന് ഓർത്തെടുക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഡാനി സത്യൻ, അതുൽ വ്ലോഗ്സ് രണ്ടുപേർക്കും ഹാർട്സ് ഓഫ്. നിങ്ങളെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നത്, നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ ഒരു തരത്തിലും വഞ്ചിച്ചിട്ടില്ല. കാരണം രേണുവിനെതിരെ വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾക്കെതിരെ രേണുവിൻ്റെ സഹോദരിയും കേസ് നൽകി. അങ്ങനെ ഒരു കേസ് നൽകിയപ്പോൾ നിങ്ങൾ രണ്ടുപേരും അത് കൃത്യമായിട്ട് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ വന്ന് അറിയിക്കുകയും, എന്തിനേറെ പറയും, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയ വീഡിയോ വരെ നിങ്ങൾ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തൃക്കൊടുത്താനം പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ ചെന്നതുമായി ബന്ധപ്പെട്ട വീഡിയോസ് എല്ലാം ഞങ്ങളെല്ലാവരും കണ്ടതാണ്. പക്ഷേ യൂട്യൂബിലൊരു നിലപാടുകളുടെ രാജകുമാരിയായിട്ടുള്ള ഒരു ബ്രാൻഡുണ്ട്, ഷെഫീന ബീവി. ഇപ്പോൾ അവരെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് എല്ലാവരും കൂടി വന്ന് എൻ്റെ മെക്കിട്ട് കയറാൻ ഒരുമായിരിക്കും. എനിക്ക് യാതൊരു പ്രശ്നമില്ല, ഞാൻ പറയാനുള്ളത് പറയും. ഇന്ന് സുരേന്ദ്രൻ ലൈറ്റ് മീഡിയ എന്ന് പറയുന്ന ചാനലിനകത്ത് ഞാനൊരു വീഡിയോ കണ്ടു. അതായത് രേണുസുധിയുടെ ചേച്ചിയും കൂടി ഒരു പരാതി ഷെഫീന ബീവിക്കെതിരെ തൃക്കൊടുത്താനം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരുന്നു. ഒന്ന്, ഋതപ്പൻ്റെ DNA ചോദിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം. രണ്ടാമത്തെ, രേണുവിൻ്റെ ചേച്ചിയുടെ കൊച്ചുങ്ങളെ കൂട്ടി ഒരു വൃത്തികേട് പറഞ്ഞില്ലായിരുന്നു. അതുമെല്ലാം കൂടി കണക്ട് ചെയ്തുകൊണ്ട് രേണുവിൻ്റെ ചേച്ചിയും രേണുവും കൂടി ഒരു പരാതി കൊടുത്തിരുന്നു. ആദ്യമേ പോലീസുകാർ അത് വലിയ ഗൗരവത്തിൽ എടുത്തില്ല. പിന്നീട് മറ്റ് തലങ്ങളിലെല്ലാം ഇൻഫ്ലുവൻസ് ചുമത്തിയാണ് ഇപ്പോൾ അതൊരു പ്രോപ്പറായിട്ട് അന്വേഷണവും കാര്യങ്ങളെല്ലാം നടക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്നാൽ ഈ പരാതി കൊടുത്തതിനെ കുറിച്ച് ഞാൻ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ കണ്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ രേണുസുധിയുമായി അടുത്ത ബന്ധമുള്ള കുറച്ച് പേരെ ഞാൻ കോൺടാക്ട് ചെയ്തു. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ സംഭവം ഇതാണ്, നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതായത് ഷെഫീന ബീവിക്കെതിരെ രേണുവും ചേച്ചിയും കൊടുത്ത കേസിൽ അവരെ തൃക്കൊടുത്താനം പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു. ആദ്യം കാലിന് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് പതിവ് അടവ് ഷെഫീന ബീവി എടുത്തു. അറസ്റ്റ് വാറന്റ് ആണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ വരികയും ചെയ്തു. ഷെഫീനയ്ക്ക് ഇതിനകത്തൊരു അബദ്ധം പറ്റി. ഇതിന് മുൻപ് ഷെഫീന ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് രേണുസുധിനെ കളിയാക്കിക്കൊണ്ട്, നിങ്ങളുടെ കാലിനൊരു കുഴപ്പവുമില്ല, ഞാൻ ദേ മൂത്രം ഒഴിക്കാൻ പോകുന്നതെല്ലാം കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഷെഫീന ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ഷെഫീന ബീവിയുടെ ചാനലിനകത്ത്.
ആ ഒരു ലൈവ് നിങ്ങൾ അതിനുശേഷം മുക്കി, അതിനകത്ത് നിങ്ങൾ ഓടി നടക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത് കൃത്യമായ രീതിയിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്ക്രീൻ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനത് കൃത്യമായിട്ട് കോട്ടയം ജില്ലയിലെ പോലീസിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ കേരള DGPക്ക് ഉൾപ്പെടെ. അതുകൊണ്ട് തന്നെ പഴയ കണക്ക് എനിക്ക് കാലിന് വയ്യ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ കാലിന് യാതൊരു കുഴപ്പമില്ല, നിങ്ങൾ കാലിന് സ്വാധീനമുള്ളവരെക്കാളും വേഗത്തിൽ നടക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. അതിനർത്ഥം നിങ്ങൾ ഹാൻഡിക്യാപ്ഡ് അല്ല എന്നാണ്. അത് കൃത്യമായ രീതിയിൽ ഇപ്പോൾ കോട്ടയം ജില്ലയിലുള്ള എല്ലാ പോലീസുകാർക്കും അറിയാം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഇൻഫർമേഷൻ എങ്ങനെയാണ്: ഷെഫീന ബീവിക്കെതിരെ രേണുവും ചേച്ചിയും കൊടുത്ത കേസിൽ അവരെ തൃക്കൊടുത്താനം പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു. ആദ്യം കാലിന് വയ്യ എന്നും പറഞ്ഞ് ഒഴിഞ്ഞു. അറസ്റ്റ് വാറന്റാണ്, വന്നില്ലാൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ അവരവിടെ ചെന്ന് കരഞ്ഞു മെഴുകി. കേസ് സ്ട്രോങ് ആണ്. രേണുവിനെക്കുറിച്ച് ഒരു വീഡിയോ പോലും ഇപ്പോൾ ഇടുന്നില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചാണ്. ഇടുന്നില്ലല്ലോ. ഇട്ട വീഡിയോ ഡിലീറ്റ് ചെയ്യാമെന്നും ഷെഫീന ബീവി പറഞ്ഞതായിട്ടാണ് എനിക്ക് കിട്ടിയ വിവരം. ഇത് ഇത്രയും ദിവസമായിട്ട് ഷെഫീന ബീവി എന്തായാലും പുറത്തു വന്ന് പറഞ്ഞിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ അതുലിനോട് ഇവരൊരു കാര്യം വന്ന് പറഞ്ഞായിരുന്നു. അതുൽ രേണുവിന് ക്യാൻസർ ആണ് എന്നൊരു വിവരം അറിഞ്ഞിട്ടും അത് മറച്ചു വെച്ചു. അതായത് അതുൽ വ്ലോഗ്സ് എന്ന് പറഞ്ഞ ചാനലിലെ അതുൽ സബ്സ്ക്രൈബേഴ്സിനെ വഞ്ചിച്ചു, അയാളെ വിശ്വസിച്ചവരെ വഞ്ചിച്ചു. ഈ ഒരു ന്യൂസ് കിട്ടിയിട്ട് പുറത്തോട്ട് വിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ നടത്തിയത് ഒരു വഞ്ചനയല്ലേ? നിങ്ങളെ വിശ്വസിച്ച്, നിങ്ങളെ സപ്പോർട്ട് ചെയ്ത്, നിങ്ങളെ സബ് ചെയ്ത്, നിങ്ങളുടെ വീഡിയോസ് കാണുന്ന ഓഡിയൻസിനെ നിങ്ങൾ വഞ്ചിച്ചു. എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു കേസിനെ കുറിച്ച് നിങ്ങളുടെ ഓഡിയൻസിനോട് പറഞ്ഞില്ല? ഒന്നാമത്തെ ചോദ്യം. നിങ്ങൾ നിലപാടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെ വഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ അതുൽ വ്ലോഗ്, അതിലും ഡാനിയും കൂടി ഈ രേണുവും ചേച്ചിയും കൊടുത്ത ഒരു പരാതിയിൽ കേസ് വന്നിട്ടുണ്ടെന്നും തങ്ങൾ സ്റ്റേഷനിൽ പോയതുമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കാണ് ഷെഫീന നിലപാടില്ലാത്തത്? അതാണ് എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്. അപ്പോൾ എന്തായാലും ഇതിനൊരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ബൈ.